നമ്മളെല്ലാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ആവർത്തന വിരസതകൾ തൽക്കാലത്തേക്കെങ്കിലും മറക്കാനുള്ള എളുപ്പമാർഗം ഇടയ്ക്കൊക്കെ ഏതെങ്കിലും സിനിമകൾ കാണുക എന്നതാണ്. പക്ഷേ 2-2.5 മണിക്കൂർ ആ സിനിമ കഴിഞ്ഞാൽ വീണ്ടും നാം നമ്മുടെ പഴയ ആവർത്തന വിരസമായ ജീവിതത്തിൻ്റെ മുന്നിലേക്ക് തന്നെ വീണ്ടും പോകേണ്ടി വരും. എന്നാൽ നല്ലൊരു നോവൽ 2 ആഴ്ചയോ 2 മാസമോ സമയമെടുത്ത് വായിക്കുകയാണെങ്കിലോ, വായിക്കുന്ന വേളയിൽ മാത്രമല്ല വായനയുടെ ഇടവേളകളിലും ആ നോവലിലെ കഥാപാത്രങ്ങളും അതിലെ സ്ഥലങ്ങളും പ്രകൃതിയും സംസ്കാരങ്ങളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരേ സമയം 2 ജീവിതം അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ജീവിതം ജീവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിരവധി ജീവിതങ്ങളുടെ തോണികളിൽ കാലൂന്നി നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു അനുഭൂതി നമുക്ക് തരും നല്ല നോവലുകൾ. എല്ലാ നല്ല നോവലുകളും നമുക്ക് നമ്മുടേതല്ലാത്ത എന്നാൽ നാം കൂടി പങ്കാളിയാകുന്ന മറ്റൊരു ജീവിതം അനുഭവിക്കാൻ അവസരം തരുന്നു എന്നുള്ളതാണ് അവയുടെ പ്രത്യേകത. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം നോക്കൂ. കഥാകൃത്ത് KT ബാബുരാജിൻ്റെ ആദ്യ നോവലായ നിശബ്ദ സഹയാത്രികൻ. ഇന്ന് ഈ നോവലിനെക്കുറിച്ച് പറയുന്നത് വരെയും കഴിഞ്ഞ ഒരാഴ്ചയായി ഈ നോവലിലെ കഥാപാത്രങ്ങൾ എന്നോടൊപ്പം ഉണ്ട്. ഈ നോവലിനകത്ത് മറ്റൊരു നോവൽ എഴുതുന്ന ലിറ്റിൽ ബോസ് എന്ന മറ്റൊരു നോവലിസ്റ്റ് ഒരു കഥാപാത്രമായിട്ട് വരുന്നു. അയാൾ എഴുതുന്ന നോവലിലെ തടിച്ചു ചീർത്ത കഥാപാത്രമായ ജോ എന്ന സൈക്കിൾ യാത്രികനുണ്ട്. ലിറ്റിൽ ബോസ് എന്ന നോവലിസ്റ്റ് ഓരോ ദിവസവും എഴുതി വയ്ക്കുന്ന നോവൽ ഭാഗങ്ങൾ വായിക്കുന്ന പാചകക്കാരനും സഹായിയുമായിട്ടുള്ള ജോൺ കുള്ളർ ഉണ്ട്. നോവലിലെ കഥാപാത്രങ്ങൾ പ്രത്യേകം അധ്യായങ്ങളിൽ സ്വന്തം നിലയ്ക്ക് മുന്നേറുന്നുമുണ്ട്. ദിവസങ്ങളോളം നോവൽ ഭാഗങ്ങൾ എഴുതാതിരിക്കുമ്പോൾ അതുവരെയും ആ നോവലിസ്റ്റിൻ്റെ കഥാഗതിക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും അതനുസരിച്ച് മുന്നേറുകയുമായിരുന്ന കഥാപാത്രങ്ങൾ നിശ്ചലരായി നിന്നിടത്ത് നിന്ന് ഞങ്ങളെ ഒന്ന് സ്വതന്ത്രമാക്കി തരൂ, വീണ്ടും എഴുതി ഞങ്ങളെ മുന്നോട്ടേക്ക് നയിക്കൂ എന്ന് നോവലിസ്റ്റിനോട് പറയാതെ പറയുന്ന സന്ദർഭങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. ഇങ്ങനെ നോവലിനകത്ത് മറ്റൊരു നോവലിസ്റ്റും അയാൾ എഴുതുന്ന നോവലിലെ കഥാപാത്രങ്ങളും എല്ലാം ഇടകലർന്ന് സൃഷ്ടിക്കുന്ന ഫാൻറ്റസിയുടെ ഒരു അനുഭൂതി ലോകമാണ് KT ബാബുരാജിൻ്റെ നിശബ്ദ സഹയാത്രികൻ എന്ന് നമ്മൾക്ക് ഒരു വായനയിൽ പറയാൻ കഴിയും. നോവലിസ്റ്റും നോവലും ഇന്ന് തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം KT ബാബുരാജ്. നമസ്കാരം മനീഷ്. ഈ ഒരു നോവലിൻ്റെ അകത്ത് മറ്റൊരു നോവൽ വരുന്നു. എഴുത്തുകാരും കഥാപാത്രങ്ങളും ഒക്കെ ആ രീതിയിൽ നോവലിനകത്ത് വരുന്ന രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടുള്ള ചില നോവലുകളെങ്കിലും, ലോകപ്രശസ്തമായിട്ടുള്ള ചില നോവലുകളെങ്കിലും നാം കണ്ടിട്ടുണ്ട്. ഒരു നോവലിനകത്ത് വായനശാല വരുന്നു, വായനശാലയ്ക്കകത്ത് വരുന്ന പുസ്തകങ്ങൾ വരുന്നു, ആ പുസ്തകങ്ങളുടെ താളുകൾക്കിടയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വരുന്നു, പുസ്തക താളുകൾക്കിടയിൽ നിന്ന് ടോൾസ്റ്റോയി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പലതരം എഴുത്തുമായി ബന്ധപ്പെട്ടതും എഴുത്തിൻ്റെ സർഗക്രിയയുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള രചനകൾ ഫിക്ഷനിൽ ലോക സാഹിത്യത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു പക്ഷേ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാവുന്ന ഒന്നാവണം എൻ്റെ ഈ നോവൽ എന്ന് ബാബുരാജ് വിചാരിക്കുകയും എൻ്റെ ആദ്യത്തെ നോവൽ അത് ആ രീതിയിൽ വ്യത്യാസപ്പെടണമെന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഈ എഴുത്തിൽ അതിൻ്റെ ഭാവനയിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ 20ഓളം പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ്. എൻ്റെ 20ാമത്തെ പുസ്തകമാണ് എൻ്റെ ആദ്യത്തെ നോവൽ. അപ്പോഴേ ആദ്യത്തെ നോവൽ എഴുതുമ്പോൾ, കാരണം എനിക്ക് സ്വതവേ ഈ സ്ഥൂലാഖ്യാനങ്ങളോട് പ്രത്യേകിച്ച് ബൃഹദാഖ്യാനങ്ങളോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പ്രധാനമായിട്ടും എൻ്റെ മേഖല കഥയായിരുന്നു. അപ്പൊ 19 പുസ്തകത്തിന് ശേഷമാണ് ഞാനൊരു നോവൽ എഴുതാനിരിക്കുന്നത്. അതിനു മുമ്പ് കുട്ടികൾക്ക് വേണ്ടി 7ഓളം നോവലുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു നോവൽ എഴുതുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ച 2-3 കാര്യങ്ങൾ, എനിക്ക് തന്നെ നിർബന്ധം ഉണ്ടായിരുന്ന 2-3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, വായനയെ ഒരു തരത്തിലും മുഷിപ്പിക്കാത്ത രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു പാറ്റേണിൽ രീതിയിൽ തന്നെ എഴുതണമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടായിരിക്കണം. ഇത് നിശബ്ദ സഹയാത്രികൻ ഒരു യാത്രികന്റെ കഥയാണ്. പക്ഷേ ഇതിൽ ഒരു യാത്രികനല്ല. നിശബ്ദ സഹയാത്രികനിലെ പ്രധാന യാത്രികനോടൊപ്പം സഞ്ചരിക്കുന്നതിൽ അയാളെ സൃഷ്ടിച്ച എഴുത്തുകാരൻ എന്നുള്ള ഒരു യാത്രികനുണ്ട്. എഴുത്തുകാരന്റെ കൂടെ വായനക്കാരൻ എന്നുള്ള മറ്റൊരു യാത്രികൻ കൂടെയുണ്ട്. പിന്നീട് ഇത് എത്തിച്ചേരുന്ന ഓരോ ഇടങ്ങളിലും അനേകം യാത്രികർ ഒപ്പം ചേരുന്ന ഒരു അനുഭവമായിട്ടാണ് ഈ നോവൽ എൻ്റെ സങ്കല്പത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരേ സമയം കഥ എഴുത്തുകാരനും അതേസമയം കഥാപാത്രവുമായി തീരുന്ന ഒരു ആളുടെ ജീവിതം കൂടിയാണ് ഈ നോവൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്.
അപ്പൊ എഴുത്തിനുള്ളിലെ എഴുത്ത്, നോവലിനുള്ളിലെ നോവൽ, അതിൻ്റെ ഉള്ളിലുള്ള ജീവിതങ്ങൾ, അതിന്റെ സംഘർഷങ്ങള്, അത് പ്രത്യേക ചില ബിന്ദുക്കളിൽ പരസ്പരം സന്ധികളിൽ ചെന്ന് മുട്ടുമ്പോൾ പോലും ഇവർ രണ്ടും രണ്ടാണെന്ന ഇല്ലാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നിശബ്ദ സഹയാത്രികളിൽ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി, ഞാൻ എഴുതുന്ന ആദ്യത്തെ നോവൽ അതൊരു പോസിറ്റീവ് നോവൽ ആവണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അത് ഏത് എഴുത്തായാലും ആത്യന്തികമായിട്ട് മനുഷ്യനെ കുറെ കൂടി ശുദ്ധീകരിക്കുന്ന, അവന് കുറെ കൂടി ആനന്ദം നൽകുന്ന, അവന് നേർവഴിയിലേക്ക് നയിക്കുന്ന ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലൂടെ ഒക്കെ ആയിരിക്കണം എഴുത്ത് എന്നുള്ള ഒരു നിർബന്ധം എഴുത്ത് തുടങ്ങുന്ന കാലം മുതലേ എന്നിലുണ്ട്. അത് സത്യത്തിൽ ആദ്യത്തെ നോവലിൽ ഞാൻ അത് പുലർത്തി പോന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ നോവൽ വായിക്കുന്ന ഒരാൾക്കും ഒരു ഘട്ടത്തിലും ബോറടിച്ച് പുസ്തകം അടച്ചു വെക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോലും മനുഷ്യന് വെളിച്ചത്തിന്റെ ഒരു കൈനീട്ടം, ഒരു കൈപിടിച്ച് വെളിച്ചം ഇരുട്ടിൽ നിന്ന് ഒരാളെ കയറ്റുന്ന ഒരു അനുഭവം വായനക്കാരനുണ്ടാക്കണം എന്നുള്ള ഒരു ബോധപൂർവമായ ശ്രമം തുടക്കത്തിൽ, അത് എൻ്റെ ഒരു ആന്തരികമായ ഒരു വിചാരങ്ങളുടെ ഒരു ധാര കൂടിയാണ്. അത് തീർച്ചയായിട്ടും ഈ നോവലിലുണ്ട്. പിന്നീട് ഈ പുസ്തകം ഞാൻ തന്നെ എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ധനേഷ്. ഞാൻ തന്നെ എടുത്ത് വായിക്കുമ്പോൾ എന്ന് പറയുന്നത് ഞാനായിട്ടല്ലാതെ മറ്റൊരാളായിട്ട് മാറി നിന്നിട്ടുള്ള ഒരു വായന എല്ലാ കാലത്തും എല്ലാ എഴുത്തുകാരെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് സാധിക്കാത്തവരാണ് തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വലയങ്ങൾക്കകത്ത് പിന്നെയും ആവർത്തിച്ച് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവിടെ മറ്റൊരു ആളായിട്ട് മാറിയിട്ട്, ഒരു നോവലിസ്റ്റോ എഴുത്തുകാരനോ അല്ലാത്തൊരു ബാബുരാജായിട്ട് മാറിയിട്ട് ഈ നോവൽ വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചാണല്ലോ സൂചിപ്പിച്ചത്. ഒരു ചെറുകഥയെക്കുറിച്ചോ കവിതയെക്കുറിച്ചോ നമ്മൾ സംസാരിക്കുന്നത് പോലെ എളുപ്പമല്ല നോവലിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത്. നോവലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് അടക്കമുള്ള കാര്യങ്ങളോ ആൻറ്റി ക്ലൈമാക്സ് അടക്കമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ നോവലിൻ്റെ രസച്ചരട് മുറിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളോ പറഞ്ഞാൽ പിന്നീട് ആ നോവൽ വായിക്കാനുള്ളൊരു പ്രേരണയോ അതിൻ്റെ ഒരു അത്യാവശ്യമോ ഇല്ലാതായിത്തീരും. അതുകൊണ്ട് അത് എങ്ങനെ എൻ്റെ ഉള്ളിലുള്ള ചില ചോദ്യങ്ങൾ ഈ നോവലിൻ്റെ അവസാന ഭാഗങ്ങൾ സൂചിപ്പിക്കാതെ പറയണമെന്ന് ആലോചിക്കുകയാണ് ഞാൻ. എങ്കിലും സ്വന്തം അമിതമായിട്ടുള്ള തടി കുറയുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി സൈക്കിൾ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതിലൊരു ഭാഗത്തുണ്ടെങ്കിലും നമ്മളുടെ അകത്തുള്ള അധിക ഭാരങ്ങൾ, അത് ദാർശനികതയുടെ ഭാരമാവട്ടെ, ഈ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകളുടെ ഭാരമാവട്ടെ, അസ്തിത്വ ദുഃഖത്തെക്കുറിച്ചുള്ള ഭാരങ്ങളാകട്ടെ, ഇങ്ങനെ നമ്മുടെ ലോക സാഹിത്യവും പ്രത്യേകിച്ച് മലയാള സാഹിത്യവും ഒക്കെ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അസ്തിത്വ ദുഃഖം അടക്കമുള്ളവയുടെ മഹാഭാരങ്ങളും പേറി ജീവിച്ചവരുടെ ആഖ്യാനങ്ങളായിട്ട് വന്നിട്ടുള്ള നോവലുകളുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ബൃഹദാഖ്യാനങ്ങൾ എന്ന് സൂചിപ്പിച്ച അത്തരത്തിൽ കട്ടികൂടിയ പുസ്തകങ്ങളായിട്ട് അവരുടെ ഭാരം കൂടിയ വിചാരധാരകളുടെ പുസ്തകങ്ങളുണ്ട്. ഇവിടെ ആ ഭാരത്തെ ഒഴിവാക്കുകയും ജീവിതത്തെ ഒരു ചിത്രശലഭത്തെ പോലെയോ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ താടിയെ പോലെയോ ഒഴുക്കി വിടാൻ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റിവിറ്റി ആണോ ഈ നോവലിനകത്ത് ആത്യന്തികമായിട്ട് വരുന്നത്? ഒരു 36 32 അധ്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും അധ്യായങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഒരു പേജിലൊക്കെയാണ് പലപ്പോഴും ഒരു അധ്യായം ഈ നോവലുള്ളത്. പക്ഷെ ഒരു പേജിൽ വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ എങ്കിലും പോലും ആ കുറച്ചിൽ ഒരുപക്ഷെ വിശാലമായ ജീവിതത്തിന്റെ ഭൂഖണ്ഡങ്ങളുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം ഓരോ ചെറിയ അധ്യായങ്ങളിലും ജീവിതത്തിന്റെ തന്നെ ഒരു വലിയ മഹാഭൂഖണ്ഡം അടർത്തി വെച്ചതുപോലുള്ള ജീവിതാനുഭവങ്ങളുടെ ഒരു സഞ്ചയിക തന്നെയാണ് ഇതിന്റെ ഓരോ അധ്യായങ്ങളും തോന്നുന്നുണ്ട്. അതിലൂടെ കുഞ്ഞു കുഞ്ഞു അധ്യായങ്ങളിലൂടെ മുന്നേറുമ്പോഴും മാത്രമല്ല ഇത് പല ദേശങ്ങളിലൂടെ ഈ നോവലിൽ മറ്റൊരു സവിശേഷത കൂടി ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഈ ദേശകാലങ്ങളൊന്നും സത്യത്തിൽ ഈ നോവലിൽ ഇല്ല എന്നുള്ളതാണ്. അതെ, അത് ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഇത് നോവൽ വായിച്ചു പോകുമ്പോൾ വിദേശത്ത് നടക്കുന്ന ഒരു നോവലാണോ, ന്യൂസിലാൻഡിലാണോ, ലണ്ടനിലാണോ, അമേരിക്കയിലാണോ, യൂറോപ്പിലെ ഏതോ ഒരു വിദൂര ഗ്രാമത്തിലെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്തിലാണോ, കഥാപാത്രം ഒരു സായിപ്പാണോ, മദാമയാണോ, മലയാളിയാണോ എന്നൊക്കെയുള്ള പലതരം ചിന്തകൾ വരുന്നു. ചില ഘട്ടങ്ങളിൽ മലയാളി തന്നെയാണ് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ചില ഘട്ടത്തിൽ കൊല്ലത്തെ ഒരു അമ്പലത്തിലേക്ക് അവർ പോവുകയാണോ എന്ന് തോന്നുന്നു, എന്നാൽ കൊല്ലം എന്നുള്ള വാക്കൊന്നുമില്ല. ഇങ്ങനെ സ്ഥലരാശികൾക്ക് അതീതമായിട്ടുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയും അന്തരീക്ഷ സൃഷ്ടിയും എന്തുകൊണ്ട്? അതിൽ തന്നെ ഒരു അധ്യായത്തിൽ നോവലിസ്റ്റ് പറയുന്നുണ്ട്. കാരണം 124 കിലോഗ്രാം ശരീരഭാരമുള്ള ഒരാൾക്ക് നോവലിസ്റ്റ് കൊടുക്കുന്ന പേര് ജോ എന്നാണ്. വെറും ജോ എന്നാണ് പേര് കൊടുക്കുന്നത്. ഈ
പേര് കൊടുക്കുന്നതിൽ അദ്ദേഹം നിഷ്കർഷിക്കുന്നത് ഈ ഒരു പേരിലൂടെ അയാളുടെ ജാതിയോ മതമോ ദേശമോ ഒന്നും വെളിപ്പെടരുത് എന്ന് എഴുത്തുകാരൻ തന്നെ കൃതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സർവമാനവികതയുള്ള ഒരു തലത്തിലേക്ക്, സർവമാനവികതയിലേക്ക്, അങ്ങനെയുള്ള ലോകത്തിലേക്ക് കഥാപാത്രത്തെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് സത്യത്തിൽ ഈ നോവൽ എഴുതുന്ന നോവലിസ്റ്റ് ചെയ്യുന്നത്. അതിലൂടെ ഞാനും സാധിക്കുന്നത് അങ്ങനെ ഒരു ഇതാണ്. കാലദേശങ്ങളില്ല, ഒരു വരമ്പുകളും ഇല്ല, അയാൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ സഞ്ചാരത്തിനൊപ്പം വായനക്കാരനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ദേശകാലങ്ങളില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അത് കൊറ്റംകുളങ്ങരയിൽ ചെന്ന് നിൽക്കും. അതില് പിന്നെ ഫാറ്റി ഹബ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു തടിയന്മാരുടെ ഒരു മത്സരവേദിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് ഏത് ലോകത്താണെന്ന് പറയാൻ പറ്റില്ല. അവിടെ എന്ന് വെച്ചാൽ പിന്നെ കണ്ടുമുട്ടുന്ന മനുഷ്യരെ, ഇങ്ങനെ ഓരോ ദേശം, കാലം, ഇതൊന്നൊക്കെ അപ്പുറത്ത് മറികടന്ന് ആത്യന്തികമായ മാനവികത, മനുഷ്യത്വം, ഹ്യൂമാനിറ്റിയുടെ, കരുണയുടെ പല തലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ഈ പറയുന്ന മനുഷ്യപ്പറ്റിന്റെ വലിയ ഒരു ഭാവങ്ങൾ വായിക്കുന്നവരുടെ മനസ്സിലേക്ക്, ഉള്ളിലേക്ക് പകർന്നു നൽകുക എന്നുള്ള ഒരു ദൗത്യം നിർവഹിക്കാനാണ് സത്യത്തിലെ ദൗത്യം നിർവഹിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതിന്റെ രചനയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഈ നോവലിലെ ഈ സ്ഥലകാല അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ഒരു സാർവലൗകികമായിട്ടുള്ള ഇടത്തിലേക്ക്, അതിർത്തികളില്ലാത്ത ഒരു പ്രാപഞ്ചികതയിലേക്ക് കഥാപാത്രങ്ങളെ കൊണ്ടുപോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് അതിലെ കഥാപാത്രങ്ങളുടെ ജീവിത രതികൾ, കാമനകൾ എന്നിവയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പുരുഷാധിപത്യ മേൽക്കോയ്മയൊക്കെ ആ കഥാപാത്രങ്ങൾക്ക് വന്നു ചേരുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ വരാത്ത രീതിയിൽ രതിയൊക്കെ വന്നു പോകുന്ന സന്ദർഭങ്ങളിൽ അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ മേൽക്കോയ്മയെന്നോ കീഴ്ക്കോയ്മയെന്നോ ഒന്നുമുള്ള വ്യത്യാസങ്ങളില്ലാതെ അത് ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് പോയി മറയുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ രതിയെ ഈ നോവലിലേക്ക് കൊണ്ടുവരുമ്പോഴും ഈ ഒരു അതിർത്തികളുടെ ഇല്ലായ്മയുടെ ഒരു വിശാലത ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ രതി, പ്രേമം, പ്രണയം, ഈ രണ്ട് ഭാവങ്ങളെ ഒരുപക്ഷെ എൻ്റെ ഒരു സങ്കല്പ പ്രകാരമാണ് ഞാൻ ഇതില് ഇഴചേർത്തിട്ടുള്ളത്. കാരണം ഈ രതിയും പ്രണയവും ഒരുപക്ഷെ ഒരു ആണിനും പെണ്ണിനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ലോകങ്ങൾ വളരെ വളരെ വിഭിന്നമായിരിക്കുകയും ആ വിഭിന്നമായ സ്വാതന്ത്ര്യങ്ങളെ ഒരു തലത്തിൽ ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്ന രതിയുടെയും പ്രണയത്തിന്റെയും ഒരു ലോകമൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ളപ്പോൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുകയും പരസ്പരം സഹിക്കാതാവുമ്പോൾ പരസ്പരം ഒന്നും പറയാതെ പിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് ഇതിലുള്ള പ്രണയത്തെ കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ അടുപ്പങ്ങളെ ഇത്തരം രീതിയിലാണ് ഇതിൽ സമീപിച്ചിട്ടുള്ളത് മൊത്തമായിട്ടും. കാരണം അതിൽ ഒരു ഹാപ്പി വിഡോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് പേര് പോലും ഈ നോവലിലില്ല. അവർ വിശേഷിപ്പിക്കും ഹാപ്പി വിഡോ എന്നാണ്. വളരെ സന്തോഷവതിയായിട്ടുള്ള ഒരു വിധവയാണ്. അവരുടെ ഒരു ജീവിതം തന്നെ വളരെ ചുരുക്കം വാക്കുകളിലാണ് പറഞ്ഞു പോകുന്നത്. കാരണം 3 കാമുകന്മാരുണ്ടായിട്ട് പ്രണയിച്ചവരൊക്കെ ഒരു രതിക്ക് ശേഷം മരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അടുത്ത 4ാമത്തെ കാമുകനായിട്ടാണ് നമ്മുടെ ഇതിലെ നോവലിസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിന് അവളോട് ചോദിക്കുന്നുണ്ട്, കാരണം ഇവരുടെ പ്രണയദംശനം ഏൽക്കുന്ന സമയത്ത് മരിച്ചു പോകുമോ എന്നുള്ള ഭയം ഒരു നിമിഷമെങ്കിലും അയാളെയും അലട്ടുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇവരുടെ പ്രണയം അതിജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ഒരു പുതിയ സമവാക്യം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഞാൻ ഈ നോവലിൽ നടത്തിയിട്ടുണ്ട്. ഈ നോവലിന്റെ നോവലിസ്റ്റായിട്ടുള്ള KT ബാബുരാജ് തന്നെ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു നോവലിസ്റ്റായ, ഈ പുസ്തകത്തിനകത്ത് നോവൽ എഴുതുന്ന ലിറ്റിൽ ബോസ് എന്ന തൂലികാ നാമത്തിലുള്ള ആ നോവലിസ്റ്റിൻ്റെ ഒരു കഥാപാത്രം തന്നെയോ അല്ലെങ്കിൽ കഥാപാത്രം അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ഒരു വ്യക്തിത്വമായിട്ടുള്ള ഒരു വിധവ ആയിട്ടുള്ളൊരു സ്ത്രീ വരികയും ഈ പറയുന്ന പോലെയുള്ള അവർ തമ്മിലുള്ള ഒരു 3 മറ്റോ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹബന്ധം ഉണ്ടാവുകയും പിന്നീട് അവരോട് പോയി അവർക്കും ആ ബന്ധത്തിൽ നിന്ന് പോകണമെന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ എൻ്റെ നോവലിൽ അവർ ഇടപെടുന്നു, എന്നോട് ഇങ്ങനെ എഴുതണമെന്ന് പറയുന്നു, അതുകൊണ്ട് ആ ബന്ധം എനിക്ക് തുടരണമെന്നില്ല എന്ന് ആ നോവലിസ്റ്റ് പറയുന്നുണ്ട്. പിന്നീട് അത് ഓർത്ത് വ്യാകുലപ്പെടുന്നുമുണ്ട്. ഇങ്ങനെ അപ്പോൾ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ഒരു ആയുസ്സോളം പിടിച്ചു വെക്കേണ്ട ഒരു ബന്ധനമല്ല എന്ന് എല്ലാ തരത്തിലും ഈ പുസ്തകത്തിന്റെ പല ഭാഗത്തുമുള്ള സംഭാഷണങ്ങൾ വ്യക്തമാക്കുന്നതായി തോന്നുന്നു. അത് ശരിയല്ലേ? തീർച്ചയായിട്ടും. കാരണം എഴുത്തുകാരന്റെ എഴുത്തിൽ മറ്റൊരാൾ ഇടപെടുക എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കത്തിവയ്പ്പാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ എഴുത്ത് എന്നുള്ളത് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്.
അതുപോലെ തന്നെ നമ്മുടെ എഴുത്തിൽ മറ്റൊരാൾ ഇടപെടുക എന്നുള്ളത് അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്നുമാണ്. ഇപ്പൊ പ്രണയത്തിന്റെ പേരിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എഴുത്തിലേക്ക് കൈവെക്കുന്ന ഒരു കാമുകിയുടെ ചില അവസ്ഥ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇയാൾ അതിനെ നിഷേധിക്കുന്നത്. അപ്പൊ ആ നിഷേധം ഒരർത്ഥത്തിൽ തന്റെ പ്രണയനിരാസം കൂടിയായിട്ട് മാറിപ്പോവുകയും എന്നുള്ള ഒരു വേദനയിലാണ് അയാൾ സ്വയം പീഡിതനായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മനുഷ്യാവസ്ഥകളുടെ പല സങ്കീർണതകളും ഭാവങ്ങളും ഒക്കെ തന്നെയാണ്. നമ്മളിപ്പം ഒന്നിനെ നിരസിക്കുമ്പോൾ പോലും ആ നിരസിക്കുന്നതിൽ പോലുമുള്ള അതിനോടുള്ള ഇഷ്ടങ്ങളും ഇതിൽ പകർത്തുന്നുണ്ടെന്നുള്ളതാണ്. ഒരേ സമയം ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ തന്നെ ഇത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നുണ്ട്. ഇതിലെ പിന്നെ നേരത്തെ പരിസ്ഥിതി സമരത്തിൽ ഇടപെട്ടിട്ട് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അതിൽ ജോ ആണ്. ഇപ്പൊ ഈ ഇവരുടെ ബന്ധത്തിന് സമാന്തരമായിട്ട് ഇതാണ് സമാന്തരമായ സഞ്ചാരങ്ങളാണ്. എഴുത്തുകാരന്റെ എഴുത്തും കഥാപാത്രങ്ങളുമായി സഞ്ചരിക്കുമ്പോൾ കഥാപാത്രങ്ങൾ അവരുടെ ജീവിതം ജീവിക്കുന്ന രണ്ട് സമാന്തര പാതകളിലൂടെയാണ് ഈ നോവല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പരിസ്ഥിതി പ്രശ്നങ്ങള്, അതുപോലെ തന്നെ അതിൽ വെടിയുണ്ട എന്ന് പറയുന്ന ഒരു ഒരു ഭൂകൽപ്പനയുണ്ട്. വെടിയുണ്ടയുടെ ലോകം പെറുക്കി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ചെന്നെത്തിയ ഇല്ലാത്ത സുപ്രധാന കഥാപാത്രത്തിന്റെ ജോയുടെ അവസ്ഥകൾ മറ്റൊരു ജീവിതം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, വെടിയുണ്ടകളുടെ ആ ലോകം എന്ന് പറയുന്നത് അവിടുത്തെ പുരുഷന്മാരുടെ വിചിത്രമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ദുരന്തമായിട്ടാണത് വരുന്നത്. സുഖകരമായി പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് അവിടെ അവരുടെ ജീവിതത്തെ തകിടം മറിക്കുന്നു. സൈനികരോ മറ്റോ വെടിവെപ്പ് പരിശീലനം നടത്തുമ്പോൾ ബാക്കിയാവുന്ന ഉപയോഗിക്കപ്പെട്ട വെടിയുണ്ടകൾക്കകത്തുള്ള ചെമ്പും പിച്ചളയും മറ്റുമൊക്കെ വിറ്റ് അതുകൊണ്ട് പൈസ ഉണ്ടാക്കി ജീവിക്കാൻ കഴിയുമോ എന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു അർത്ഥത്തിൽ ഈ ഒരു നോവൽ ഒരു ട്രാവലോഗായിട്ട് മാറുന്നുണ്ട്. ഒരു വിവിധങ്ങളായിട്ടുള്ള ഭൂഖണ്ഡങ്ങളിലൂടെ, ഒരുപക്ഷെ മനുഷ്യ ഭൂഖണ്ഡങ്ങളുടെ സഞ്ചാരപഥങ്ങളിലൂടെയൊക്കെയുള്ള ഒരു ഏകാന്ത യാത്ര. ആ ഏകാന്ത യാത്രക്കിടയിൽ ഇടയ്ക്കിടെ അയാൾ സൈക്കിൾ നിർത്തുന്നു ഇടവേളകൾക്ക് വേണ്ടിയിട്ട്. നമ്മൾക്കും അതുപോലെ ഒരു ഇടവേളയിലേക്ക് പോയിട്ട് തിരികെ എത്താം. കേരള വിഷൻ സാഹിത്യോത്സവമായ KVLF പുസ്തക പൂമുഖത്തിൽ ഇന്ന് അതിഥിയായിട്ട് തുടരുന്നത് നിശബ്ദ സഹയാത്രികൻ എന്ന ആദ്യ നോവൽ എഴുതിയ പ്രമുഖ കഥാകൃത്ത് കൂടിയായ KT ബാബുരാജാണ്. KT ബാബുരാജ് ഈ നോവലിലെ ഒരു ചാപ്റ്റർ വായനക്കാർക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും വായിക്കുകയാണ്. ഈ നോവല് വായിക്കുമ്പോൾ മനേഷ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഒരു വായനക്കാരനെ ഇല്ലാത്തൊരു പൂവിന്റെ മണം, ഒരു പാരിജാത പൂമണം എന്നൊരു അധ്യായമുണ്ട് ഇതില്. ഈ നോവലിലെ മുഴുനീളം വായനക്കാരന്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു മണമാണത്, പാരിജാത പൂമണം. എന്നാൽ ഞാൻ ആ ഒരു അധ്യായത്തിന്റെ കുറച്ച് ഭാഗം വായിക്കാം. നിറയെ പാരിജാത പൂക്കൾ ചിതറിക്കിടന്ന മുറ്റത്ത് അന്ന മേരി ജോണിനെ പുതപ്പിച്ച് കിടത്തി. ശവപ്പെട്ടിക്ക് മേൽ പാരിജാത പൂക്കൾ വീണുകൊണ്ടിരുന്നു. ആശുപത്രി മരുന്നിനും കുന്തിരിക്ക പുകയ്ക്കും മേൽ പാരിജാത പൂമണം ഒഴുകി. മഞ്ഞുപാളികൾക്കും പച്ചപ്പുകൾക്കും ഇടയിലെ നാട്ടുവഴിയിലൂടെ പുരുഷാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി. പ്രാർത്ഥനകളിൽ കരച്ചിലും മേങ്ങലടികളും കൂടിക്കലർന്നു. സൈക്കിളിനെ കാപ്പിച്ചെടിയിൽ ചാരിവെച്ച് ജോ മരണ വീട്ടിലേക്ക് നടന്നു. ഇടവഴിയിലൂടെ എതിരെ വരുന്നവർക്ക് കടന്നു പോകാൻ സ്ഥലമുണ്ടാക്കുന്നതിന് ജോ വല്ലാതെ ബുദ്ധിമുട്ടി. വളരെ നേരമെടുത്താണ് അവൻ ആ മരണമുറ്റത്ത് എത്തിയത്. ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ എന്ന പോലെ ചിലരെങ്കിലും അവനെ തുറിച്ചു നോക്കി. മരിച്ചു കിടക്കുന്ന അന്നയെയും അവളുടെ മാലയിട്ട ഫോട്ടോയിലേക്കും മാറി മാറി നോക്കുന്നതിനിടയിൽ എന്തോ ഒന്ന് അവന്റെ കുപ്പായത്തിന്റെ കീശയിൽ വന്നു വീണു. ഒരു കുഞ്ഞു പൂവ്, വെളുത്ത ഇതളുകൾക്ക് നടുവിലായി ഇത്തിരി ചോര പുരണ്ടതുപോലുള്ള പൂവ്. ജോ അത്തരമൊരു പൂ ആദ്യമായി കാണുകയായിരുന്നു. അവൻ അതിനെ ഒന്ന് മണത്തു. അതിന്റെ സുഗന്ധം ആത്മാവിലോളം അലിഞ്ഞു. കാറ്റടിക്കാതെ തന്നെ പൂക്കൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ ആരൊക്കെയോ അവളുടെ മുഖത്ത് വീണ പൂക്കൾ ഇടയ്ക്കിടെ എടുത്തു മാറ്റിയിരുന്നു. പിന്നെ അവർ തന്നെ വേണ്ടെന്ന് വെച്ചു. ബന്ധുവെന്ന് തോന്നിച്ച ഒരാൾ പറയുന്നതും കേട്ടു, അവൾ തന്നെ വളർത്തിയ മരമല്ലേ, അവൾക്ക് വേണ്ടി പെയ്തോട്ടെ. കാഴ്ചയിൽ നിന്നും ശവഘോഷയാത്ര മാഞ്ഞു പോയപ്പോൾ ജോ പതുക്കെ വഴിയിറങ്ങി കാപ്പിച്ചെണ്ടിയിൽ ചാരിയ സൈക്കിളിനരികിൽ ചെന്നിരുന്നു. കാലുകൾ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. ഷൂസിൽ നിന്നും കാലുകളെ മോചിപ്പിക്കാനായി
അവ പുറത്തെടുത്തു വെച്ചു. കാറ്റടിച്ചപ്പോൾ കണ്ണിൽ ഉറക്കം വന്ന് തലോടി. അന്നത്തെ പകൽ ഓർത്തെടുക്കുകയായിരുന്നു ജോ. തിരിച്ച് സൈക്കിൾ ചവിട്ടി കടപ്പുറത്തെത്തിയപ്പോൾ പോലീസുകാർ പായയിൽ ജഡം പൊതിഞ്ഞ് ആംബുലൻസിൽ കയറ്റി കഴിഞ്ഞിരുന്നു. ആശുപത്രിയിലേക്ക് പാഞ്ഞ ആംബുലൻസിന് പിറകെ ജോ വേഗത്തിൽ സൈക്കിൾ പായിച്ചു. പെഡലുകളിൽ കാലുകൾ ശക്തിയിൽ ചലിച്ചു. സൈക്കിൾ യാത്ര വളരെ അനായാസമായി അവന് തോന്നി. പോസ്റ്റ്മോർട്ടം കഴിയുന്നതുവരെ ജോ സൈക്കിളുമായി മോർച്ചറിക്ക് പുറത്തു നിന്ന് തളർന്നപ്പോൾ അരികിൽ കണ്ട അരമതിലിൽ ചെന്നിരുന്നു. മരിച്ച കുട്ടിയുടെ മുഖമൊന്ന് കാണണമെന്ന് അവൻ അതിയായി കൊതിച്ചു. അതിന് കാരണം ഏതെന്നോ അവൻ അറിഞ്ഞിരുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനും ആ മതിലിൽ വന്നിരുന്നു. വൃദ്ധൻ അവനെ നോക്കി വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു, അറിയുമായിരുന്നോ എന്റെ അന്നക്കൊച്ചിനെ? അറിയില്ലെന്ന് ജോ തലയാട്ടി. ഓ, എന്റെ കൊച്ച്! പോലീസും കോടതിയും സർക്കാരും എല്ലാം കൂടി എന്റെ കൊച്ചിനെ തോൽപ്പിച്ചു കളഞ്ഞു. വിധി വന്നപ്പോ അതിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ. ആർക്കൊക്കെയോ വേണ്ടി. ദൈവം തമ്പുരാൻ കുരിശിൽ കിടന്നില്ലേ, മുൾക്കിരീടം അണിഞ്ഞില്ലേ, അതുപോലെ ഇതും. വൃദ്ധൻ ഉറക്കെ കരയാൻ തുടങ്ങി. കരഞ്ഞു കരഞ്ഞ് അയാൾ ചുമയ്ക്കാൻ തുടങ്ങി. ജോ ആ വൃദ്ധന്റെ നെഞ്ചിൽ അമർത്തി തടവാനും തുടങ്ങി. ഇനിയും ഇവിടെ ഇരിക്കണോ? സൈക്കിൾ ചോദിച്ചു. ജോ കണ്ണുമിഴിച്ചു നോക്കി. വെളിച്ചം മാഞ്ഞു തുടങ്ങുകയാണ്. പോകാം, ജോ പറഞ്ഞു. പോകുന്ന വഴിയിൽ അവിടെവിടെയായി പാരിജാത പൂമരങ്ങൾ കണ്ടു. ജോ പതുക്കെയാണ് സൈക്കിൾ ചവിട്ടിയത്. ഈ പൂമരത്തിനൊരു വിളിപ്പേരുണ്ട്, അതറിയോ? സൈക്കിൾ ചോദിച്ചു. ഇല്ല, പൂന്തോട്ടത്തിന്റെ കാവൽക്കാരൻ. തന്റെ ശിഖരങ്ങൾ കൊണ്ട് കഠിനമായ സൂര്യതാപത്തിൽ നിന്നും മറ്റു ചെടികളെ സംരക്ഷിച്ചു നിർത്തുന്നതിനാലാണ് ആ പേര് വീണത്. ആ പെൺകുട്ടിയും അങ്ങനെയായിരുന്നു. ഉറപ്പുള്ള വേരുകൾ മണ്ണിലാഴ്ത്തി ശിഖരങ്ങൾ പടർത്തി അന്യന് തണലും പൂമണവുമായി. എന്നിട്ടും ജോ പെട്ടെന്ന് സൈക്കിളിന്റെ ബ്രേക്കിൽ പിടുത്തമിട്ടു. നേരാവണ്ണം സ്റ്റാൻഡിൽ ഇടുക കൂടി ചെയ്യാതെ അവൻ ഇറങ്ങി ഓടി. അല്പം കഴിഞ്ഞപ്പോൾ പാരിജാതത്തിന്റെ കുറെ കമ്പുകളുമായി ഓടിയെത്തി. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നമുക്കിത് നടാം, അവൻ പറഞ്ഞു. സൈക്കിൾ ഒന്നും മിണ്ടിയില്ല. ആ യാത്രയിൽ മുഴുവൻ ഒരു പാരിജാത പൂമണം അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ അധ്യായത്തിൽ സൈക്കിൾ ഈ നോവലിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്. ജോയോട് നിരന്തരം സംസാരിക്കുന്നു, ജോയോട് പരിഭവിക്കുന്നു, ജോയോട് കെറുവിക്കുന്നു, ജോയെ പരിഹസിക്കുന്നു, ജോയെ സ്നേഹിക്കുന്നു. അങ്ങനെ പലതരത്തിൽ സൈക്കിൾ സ്പന്ദിക്കുന്ന ഒരു സൈക്കിളായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ആണ് എന്ന് തോന്നുന്നു സൈക്കിളിനെ കാപ്പിച്ചെടിയിൽ ചാരി വെച്ച് എന്ന് എഴുതിയിരിക്കുന്നത്. സൈക്കിൾ കാപ്പിച്ചെടിയിൽ ചാരി വെച്ച് എന്ന് എഴുതുന്നതിന് പകരം സൈക്കിൾ എന്ന് പറയുമ്പോൾ അതൊരു ജീവനില്ലാത്തൊരു കേവല വസ്തുവായിട്ട് മാറുന്നു. അതുകൊണ്ട് സൈക്കിളിനെ, അവനെ, അവളെ എന്ന് പറയുന്ന ഒരു ഭാഷാരീതി ഉപയോഗിച്ചതായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ സൈക്കിളിന് ഒരു ആത്മസ്പന്ദവും ആത്മാവും ഹൃദയവും ഒക്കെ കൊടുക്കുകയും ഈ ഒരു ദേശാന്തരങ്ങളിലൂടെയും ഭൂഖണ്ഡങ്ങളിലൂടെയും മനുഷ്യ മനസ്സുകളിലൂടെയും ഒക്കെ വിവിധ ദേശങ്ങളിലൂടെ ചെയ്യുന്ന ഒരു ട്രാവലോഗായി കൂടി ഈ നോവലിനെ നമുക്ക് കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഏറ്റവും ഞാനൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അപ്പോൾ എന്റെ കയ്യിൽ ക്യാമറ എന്ന് പറയുന്നത് സത്യത്തിൽ ജീവനുള്ള ഒരു വസ്തുവാണ്. ഞാൻ ക്യാമറയെ തൊടുമ്പോൾ ഒരു മനുഷ്യന് എന്റെ കുഞ്ഞു മകളുടെയോ മകന്റെയോ ഒക്കെ മുഖത്തൊക്കെ തൊടുന്നത് പോലെ, അതിന്റെ കണ്ണിലൊക്കെ തലോടുന്നത് പോലെ, അത്രയും ഒരു സ്പർശന സൗന്ദര്യത്തിലാണ് ഞാനതിനെ സമീപിക്കുക. നമ്മൾ നിരന്തരമായി പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രത്തിനോടും നമുക്ക് ചിലപ്പോൾ ഈ ജീവി വിശേഷം പോലെ ഒന്ന് ഉണ്ടാവാം. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ സൈക്കിളുമായിട്ടുള്ള സംഭാഷണങ്ങള്, ഈ സൈക്കിളുമായിട്ടുള്ള കുശലം പറയലുകള്, സൈക്കിളുമായിട്ടുള്ള കലഹങ്ങള്, സത്യത്തിൽ ഈ നോവലിന്റെ അവസാനം ഒരു സൈക്കിളിന്റെ മരണം പോലും ഉണ്ട്. ആ മരണം എത്രമാത്രം വേദനാജനകമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത് തുടക്കം മുതലേ സൈക്കിൾ വരുന്നുണ്ട്. കാരണം ബൈസിക്കിൾ തീവ്സ് എന്നുള്ള ഒരു അധ്യായം പോലും ഉണ്ട് ഇതിലെ. കാരണം ഇതിലെ നോവലിസ്റ്റ് ചെയ്യുന്ന പ്രധാന പണി സൈക്കിൾ അനുഭവത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പല പല ഇടങ്ങളിൽ നിന്ന് സൈക്കിൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് പോലീസ് പിടിയിലാവുന്നത്. അവിടെ വെച്ചിട്ടാണ് ഹാപ്പി വിഡോ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നത്. കാരണം അവരുടെ സൈക്കിൾ മോഷ്ടിച്ചിട്ട്. അങ്ങനെ ഈ ശ്വാസവും ഗന്ധവും സ്പർശവും ഒക്കെയുള്ള ഒരു ജീവിയെ പോലെ, ഒരു സഹജീവിയെ പോലെ സത്യത്തിൽ ഈ സൈക്കിൾ ഈ നോവലിൽ നമ്മളെ അനുഭവിപ്പിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആ തരത്തിലുള്ള ഒരു കഥാപാത്ര സൃഷ്ടി ആ സൈക്കിളിലും നടത്തിയിട്ടുണ്ട്.
നേരത്തെ കവിതകൾ എഴുതുകയും പിന്നീട് തുടർച്ചയായിട്ട് കഥകൾ എഴുതുകയും നിരവധി കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അവയ്ക്ക് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കെ തന്നെ ഒരു നോവലിസ്റ്റ് എന്ന് പറയുന്നത്, നോവൽ എഴുതുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്നവരെക്കാളും, കഥാകൃത്തിനേക്കാളും കവിയേക്കാളും ഉപരിയായിട്ട് ജീവിതത്തിൻ്റെ ചരടുകൾ അനവധി പിടിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു പാവകളിക്കാരൻ്റേതായ ഹരവും സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിക്കുന്ന ഒരു ലീലാപരത, ഒരു പ്ലേഫുൾനെസ് ഉള്ളത് നോവലിസ്റ്റിനാണ്. അതിൻ്റെ ഒരു ഹർഷോന്മാദം ഇതിൻ്റെ എഴുത്തിൻ്റെ വേളയിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ നോവലിനകത്ത് നോവൽ എഴുതുന്ന ലിറ്റിൽ ബോസ് എന്ന് പറയുന്ന നോവലിസ്റ്റ്, അയാൾ എഴുതുന്ന കയ്യെഴുത്ത് പ്രതി ആദ്യഘട്ടങ്ങളിലൊന്നും വീട്ടിലെ പരിചാരകൻ അയാൾ അറിയാതെ വായിക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. വായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇനി അത് വായിക്കരുത്, ഞാൻ എഴുതുന്ന കയ്യെഴുത്ത് പ്രതി എന്ന് പറഞ്ഞ് വിലക്കുന്നു. അതേ നോവലിസ്റ്റ് തന്നെ പിന്നീട് അവസാന ഘട്ടത്തിൽ ആ പരിചാരകനെ അടുത്തിരുത്തി അയാൾ തൻ്റെ കയ്യെഴുത്ത് പ്രതി വായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കുന്നു. അയാൾ അത് വായിക്കുമ്പോൾ പരിചാരകന്റെ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങൾ കണ്ട് ഇയാൾ രസിക്കുന്നുണ്ട്. ഇത് ഒരു സർഗാത്മകതയുടെ ആവിഷ്കാരത്തിൽ നിന്ന് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് ലഭിക്കുന്ന ഒരു ഹർഷോന്മാദത്തിന്റെ ഒരു അനുഭൂതിയും അർമാദവും ഒക്കെ KT ബാബുരാജിലേക്ക് പകർന്നതുകൊണ്ടാണോ? ഇതില് മറ്റൊരു രസമുള്ളത്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ജോൺ കുള്ളാർ എന്ന് പറഞ്ഞിട്ട് ഒരു സഹ കഥാപാത്രമുണ്ട്. സത്യത്തിൽ ഇത് മുഴുവൻ സമയം ഈ നോവലിസ്റ്റിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ എന്ന് പറയാവുന്നത്. അപ്പൊ ഈ മനുഷ്യൻ സത്യത്തിൽ അദ്ദേഹത്തിന് എഴുത്തിനോടും ഈ വായനയോടും ഫിക്ഷനോടൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല. അയാൾ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ഒരാളാണ്. ഇയാളുടെ കൂട്ടുകാരനായി കൂടുകയാണ്. അയാൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യുക. അയാളുടെ ഭക്ഷണ പാചകത്തെ കുറിച്ച് ഈ നോവലിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കോക്ടെയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, വിവിധ തരം മദ്യങ്ങൾ ഒരു കൃത്യ അനുവാദത്തിൽ ചേർത്തിട്ട് കോക്ടെയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മദ്യപാനത്തെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ചെറിയ അധ്യായങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളതാണ്. ഈ പറയുന്ന എന്താണ്, ജോൺ കുള്ളാറിനെ പോലുള്ള ഒരു കഥാപാത്രം സത്യത്തില് ആരാണ് നിശബ്ദ സഹയാത്രികൻ എന്നുള്ള ഒരു ചോദ്യം, സൈലന്റ് ട്രാവലർ എന്നാണ് നോവലിന്റെ പേരെങ്കിലും ഞാൻ ഇതിലിട്ടിരിക്കുന്ന പേര് നിശബ്ദ സഹയാത്രികൻ എന്നാണ്. ഓരോ എഴുത്തുകാരന്റെയും കൃതിയോടൊപ്പം നിശബ്ദമായി സഞ്ചരിക്കുന്ന, ഒരുപക്ഷെ അതിനെ ആരാധനയോടെയോ അല്ലെങ്കിൽ അതിലേറെ സ്നേഹത്തോടെയോ ഒക്കെ വായിച്ച് ആസ്വദിച്ച് അതിന് ജീവിതത്തിൽ പകർത്തിയൊക്കെ പോകുന്ന, പക്ഷെ അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത, ഒപ്പം സഞ്ചരിക്കുന്ന ആ നല്ല വായനക്കാരനാണ് നിശബ്ദ സഹയാത്രിക എന്ന അവസാനം പറയുന്നുണ്ട്. ജോൺ കുള്ളാറിന്റെ ഒരു ചോദ്യത്തിന് പറയുന്നത് അത് നിങ്ങളല്ലാതെ വേറെ ആരാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സഞ്ചാരം സത്യത്തിൽ ഈ നോവലിൽ നിങ്ങൾ ബനേഷ് കവിയായതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. ഈ നോവലില് 3 or 4 കവിതകളുണ്ട്. 3 or 4 കവിത. അതില് പിന്നെ ഈ പറയുന്ന ഏകാഗികളുടെ കടൽ എന്നുള്ള ഒരു കവിത അങ്ങനെ തന്നെ എടുത്തു ചേർത്തിട്ടുണ്ട്. ചെരുപ്പിനെ കുറിച്ചുള്ള കവിതയും അതിൽ വരുന്നുണ്ട്. ആ രീതിയിൽ കാവ്യാത്മകമായിട്ട് തുടരുന്നുണ്ട്. ഈ നോവലിന്റെ വായനയിൽ അതിനെ പൂർണ്ണമാക്കുന്ന പല ഘടകങ്ങളിലൊന്ന് ഇതോടൊപ്പം നമ്മളിപ്പോൾ പശ്ചാത്തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള നിരവധിയായിട്ടുള്ള പെയിന്റിങ്ങുകളാണ്, ഇല്ലസ്ട്രേഷനുകളാണ്. ചിത്രകാരനായിട്ടുള്ള ധനരാജ് കീഴറയാണ് ആ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കളറിൽ കാണുന്ന, വർണ്ണത്തിൽ കാണുന്ന ഈ ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ കറുപ്പ് വെളുപ്പ് നിറത്തിലാണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഈ നോവലിലെ വായനയെ അത് ആ രീതിയിൽ പൂർണ്ണമാക്കുകയും അതേസമയം അപൂർണമാക്കി നമ്മളുടെ ഭാവനയ്ക്ക് വിട്ടുതരികയും ചെയ്യുന്നുണ്ട്. പൂർണ്ണ പബ്ലിക്കേഷൻസ് കോഴിക്കോടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 150 രൂപയാണ് നിശബ്ദ സഹയാത്രികൻ എന്ന KT ബാബുരാജിൻ്റെ ഈ നോവലിൻ്റെ വില. KT ബാബുരാജിന് ഞാൻ നന്ദി പറയുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ നോവലിൽ നിന്ന് എനിക്ക് പ്രിയപ്പെട്ട 2 വരികൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അനുസ്യൂതം തുടരുന്ന മനുഷ്യജീവിത യാത്രകൾ. എഴുത്തുകാരനും അവൻ്റെ കഥാപാത്രങ്ങളും വായനക്കാരും അതോടൊപ്പം ചേർന്നൊഴുകുന്നു. ആത്യന്തികമായി ജീവിതം എന്ന ലളിതമായ ചോദ്യമാണ് ഓരോ സാഹിത്യകൃതിയും ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളിൽ ചെന്ന് തട്ടിയവരാകട്ടെ അന്ധന്മാർ ആനയെ തൊട്ടതുപോലെ ഓരോരോ ഉത്തരങ്ങളിൽ മുട്ടി നിൽക്കുന്നു. നന്ദി, നമസ്കാരം.